اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه وسلم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന അധ്യായം അൽ വിലായത്തു മീറാസുൽ അംബിയ. വിലായത്ത് എന്ന് പറയുന്നത് അംബിയാക്കളുടെ അനന്തര സ്വത്താണ് എന്ന നാമധേയത്തിലുള്ള ഒരു അധ്യായമാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. വിലായത്ത് എന്നുള്ളത് നമ്മൾ കാലങ്ങളായി കേൾക്കുന്ന ഒന്നാണ്. ഈ പാഠം തുടങ്ങുന്നതിൻ്റെ മുമ്പേ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നുബൂവത്ത് റിസാലത്ത് എന്ന് പറയുന്ന അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്ത ആളുകൾക്ക് അള്ളാഹു നൽകിയ അത് കഴിഞ്ഞുപോയി. ഇനി ഒരാൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഒരു പ്രവാചകനായിട്ടോ അല്ലെങ്കിൽ ഒരു മുർസലായിട്ടോ അള്ളാഹു തആല ഇനി ഒരിക്കലും അവരോധിക്കൂല. എന്നാൽ വിലായത്ത് എന്ന് പറയുന്നത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ബഹുമാനപ്പെട്ട സയ്യിദി സ്വലാഹുദ്ദീൻ തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു പറയുന്നു, ലം തൻഖതിഇൽ വിലായത്ത്, വിലായത്ത് മുറിഞ്ഞിട്ടില്ല, വിലായത്ത് മുറിയില്ല. ഇത് കാരണം ഇന്നഹ, ഈ വിലായത്ത് എന്ന് പറയുന്നത് മീറാസുൽ അംബിയ ഇൽ ഉമമിഹിം, അംബിയാക്കൾ അവരുടെ ഉമ്മത്തുകൾക്ക് നൽകുന്ന അനന്തര സ്വത്താണ് ഏത്, വിലായത്ത് എന്ന് പറയുന്നത്. ഈ ലോകത്ത് അല്ലാഹു തആല ഒരു മനുഷ്യന് നൽകുന്ന ബഹുമതികളിൽ വെച്ച് ഏറ്റവും വലിയ ബഹുമതി, ഇപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്തൊക്കെ ഒരാൾ പല നിലക്കും കായികപരമായിട്ടും കലാപരമായിട്ടും സമൂഹത്തിന് വേണ്ടി സാമൂഹ്യപരമായിട്ടൊക്കെ വലിയ ഉയർച്ചയിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ, ഭാരതം അവർ ആദരിക്കലുണ്ട്. പത്മഭൂഷൺ നൽകി ആദരിക്കലുണ്ട്, പത്മശ്രീ നൽകി ആദരിക്കലുണ്ട്, ഭാരതരത്ന നൽകി ആദരിക്കലുണ്ട്. അങ്ങനെ അതുപോലെ നോബൽ സമ്മാനത്തിന് അർഹരായ വേൾഡിലെ ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? നോബൽ സമ്മാനത്തിന് അർഹരായ എത്രയോ ആൾക്കാരുണ്ട്. അതൊക്കെ രാജ്യം നൽകുന്ന വലിയ ബഹുമതിയാണ്, അല്ലെങ്കിൽ ലോകം നൽകുന്ന വലിയ ബഹുമതിയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ ഒരു രാജകീയ പദവിയാണ്, രണ്ടെണ്ണം രാജകീയ പദവി. ഒന്ന് വിലായത്ത്, രണ്ട് റിസാലത്ത്. ആ റിസാലത്ത് ഇനി ആർക്കും കൊടുക്കൂല, അത് കഴിഞ്ഞുപോയി. എന്നാൽ വിലായത്ത് അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളിൽ പ്രത്യേകമായി തിരഞ്ഞെടുത്ത ആളുകൾക്ക് അല്ലാഹു നൽകും. അപ്പോൾ അംബിയാക്കൾ അവരെ ഉമ്മത്തിന് നൽകുന്ന അനന്തര സ്വത്താണ് വിലായത്ത് എന്ന് പറയുന്നത്. വഹിയ, ഈ വിലായത്ത് എന്ന് പറയുന്നത് ഫൈളു ഇസ്മിഹി തആല അൽ വലി, അല്ലാഹു തആലാക്ക് വലി എന്ന് പേരുണ്ട്. അല്ലാഹു തആല നമ്മളെ സംരക്ഷിക്കുന്നവനാണ്, നമ്മളെ സഹായിക്കുന്ന വലിയാണ് ആര്, അല്ലാഹു തആല. വഹിയ, ഈ വലി എന്നുള്ളത് ഫൈളു ഇസ്മിഹി തആല അൽ വലി, അല്ലാഹു തആലാന്റെ ഒരു പേരുണ്ട് വലി എന്നുള്ള പേര്.
ആ പേരിൻ്റെ ഒരു ഫൈലാണ് ശരിക്കും ഏത് വലിയ എന്ന് പറഞ്ഞാൽ. നമ്മൾക്ക് വലിയുല്ലാഹി, ഔലിയ ഉല്ലാഹി തആല എന്നൊക്കെ പറയലുണ്ട് നമ്മൾ. ഫല്ലാഹു ഹുവൽ വലിയ്യു, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ഫല്ലാഹു അല്ലാഹു തആല ഹുവൽ വലിയ്യു, അവൻ വലിയാണ്. ആ അല്ലാഹുവിൻ്റെ വലിയ്യ് എന്ന് പറയുന്ന ആ ഇസ്മിൻ്റെ പ്രതിഫലനമാണ് സത്യത്തിൽ ഏത് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു തആല തന്നെ അവരോധിക്കുന്ന വലിയ്യ് എന്ന് പറയുന്ന പട്ടം, അല്ലെങ്കിൽ വിലായത്ത് എന്ന് പറയുന്ന പട്ടം. അള്ളാഹു തആല വേറൊരു ഭാഗത്ത് പറയുന്നു വഹുവൽ വലിയുൽ ഹമീദ്, അള്ളാഹു തആല സ്തുത്യാർഹനായ വലിയാണ് എന്ന് അള്ളാഹു തആല അവിടെ പറയുന്നുണ്ട്, പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് സത്യത്തിൽ എന്ത് വലിയ്യ് എന്നുള്ളത്. വഹിയ, ഈ വിലായത്ത് എന്ന് പറയുന്നത് ദറജത്തുൻ ബാഖിയത്തുൻ ഇലാ അബദിൽ ആബിദീൻ, എല്ലാ കാലത്തും ശേഷിക്കുന്ന ഒരു ബഹുമതിയാണ്, ഒരു സ്ഥാനമാണ് ഏത് വിലായത്ത് എന്ന് പറയുന്നത്. എന്താ കാരണം? ഫഇന്ന ഇസ്മഹുൽ വലിയ്യു അസലിയുൻ അബദിയുൻ, അല്ലാഹു തആലാന്റെ വലിയ്യ് എന്ന് പറയുന്ന ഇസ്മ അതെല്ലാ കാലത്തും ഉണ്ടാവും. അല്ലാഹു തആലാക്ക് ആദ്യമോ അന്ത്യമോ ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആലാന്റെ വലിയ്യ് എന്ന് പറയുന്ന പേരിനും എന്തില്ല, ആദ്യമോ അന്ത്യമോ ഇല്ല, അത് എല്ലാ കാലത്തും ഉണ്ടാകും. ആ വലിയ്യ് എന്ന് പറയുന്ന പേരിൻ്റെ ഫൈലാണ് വിലായത്ത് എന്നതുകൊണ്ട് ആ വിലായത്ത് ഒരിക്കലും എന്ത് ചെയ്യൂല, മുറിയൂല. എല്ലാ കാലത്തും എന്തുണ്ടാകും, ആ വിലായത്ത് ഉണ്ടാകും. അപ്പോൾ അള്ളാഹു നൽകുന്ന അള്ളാഹുവിൻ്റെ ഇസ്മിൻ്റെ ഒരു ഫൈലാനിയത്താണ് സത്യത്തിൽ ഏത് വലിയ്യ് എന്ന് പറയുന്നത്. എന്നാൽ അമ്മ റിസാലത്തു വൻ നുബുവത്തു, എന്നാൽ റിസാലത്തു നുബുവത്തുണ്ട്, അത് ഫഖദ് ഇൻഖതഅത്, അതെന്ത് ചെയ്തിട്ടുണ്ട്, നിശ്ചയം അത് മുറിഞ്ഞു പോയിട്ടുണ്ട്. ബിഖൗലി നബിയിൽ ഖാതമിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന റിസാലത വൻ നുബുവത, നിശ്ചയം റിസാലത്തും നുബുവത്തും ഖദ് ഇൻഖതഅത്, നിശ്ചയം അത് മുറിഞ്ഞു പോയിട്ടുണ്ട്. ഫലാ റസൂല ബഅദി വലാ നബിയ്യ, എൻ്റെ ശേഷം ഇനി എന്തില്ല, ഒരു റസൂലില്ല, ഒരു നബിയില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിസാലത്തും നുബുവത്തും ഇനി ഉണ്ടാവില്ല, അത് കഴിഞ്ഞു പോയി. പക്ഷെ ഇനി അല്ലാഹു തആല നൽകുന്ന ബഹുമതികളിൽ വെച്ച് ഏറ്റവും വലിയ ബഹുമതി ഏതാണ്? വലിയ വിലായത്ത് എന്ന് പറയുന്ന ബഹുമതിയാണ്. അത് എല്ലാവർക്കും അല്ലാഹു തആല കൊടുക്കുമോ? ഇല്ല. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, നിശ്ചയം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരാണ്? അവർ മുത്തഖീങ്ങളാണ്. മുത്തഖീങ്ങളല്ലാതെ ഒരൊറ്റ ആളും എന്തില്ല, ഔലിയാക്കളില്ല. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾ മാത്രമാണ് ശരിക്കും ആര് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരാൾക്ക് വിലായത്തുണ്ടെങ്കിൽ അയാൾ അല്ലാഹു തആലാക്ക് യഥാർത്ഥ തഖ്വ ചെയ്ത ആൾക്കാരായിരിക്കണം. അള്ളാഹുവിൻ്റെ ഹഖ തുഖാത്തിഹി എന്ന് പറഞ്ഞ തഖ്വ ഉണ്ടല്ലോ, ആ തഖ്വ വീട്ടിയ ആളുകൾക്ക് മാത്രമേ അല്ലാഹു തആല വിലായത്ത് കൊടുക്കുള്ളൂ. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, ഔലിയാക്കൾ ആരാണ്? മുത്തഖീങ്ങളാണ്. മുത്തഖി അല്ലാത്തവർക്ക് അല്ലാഹു തആല വിലായത്ത് എന്ന് പറയുന്ന പദവി അല്ലാഹു തആല നൽകൂല. മനസ്സിലാവുണ്ടോ? അതിൽ തന്നെ 3 നിലക്കുള്ള ദർജയുണ്ട്. തഖ്വ എന്ന് പറയുന്നത് തന്നെ 3 നിലക്കാണ്. 1 തഖ്വൽ അവാമാണ്, 2 തഖ്വൽ ഖവാസാണ്, 3 തഖ്വൽ അഖസ്സുൽ ഖവാസാണ്. തഖ്വൽ അവാം എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരെ തഖ്വയാണ്. ആ തഖ്വ കൊണ്ട് എന്ത് കിട്ടൂല? വിലായത്ത് അല്ലാഹു തആല കൊടുത്തോളണമെന്നില്ല. അല്ലാഹു തആല പറഞ്ഞ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുക, ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുക, അത് ഏറ്റവും താഴേക്കടയിലുള്ള തഖ്വയാണ്. രണ്ടാമത്തൊരു തഖ്വയുണ്ട്. ആ തഖ്വ എന്താണ്? തഖ്വൽ ഖവാസാണ്, പ്രത്യേകക്കാരാകുന്ന ആളുകൾക്കുള്ള തഖ്വയാണ്. അതേതാ? നിർബന്ധമായ കാര്യങ്ങൾ അവർ ചെയ്യണം, അതോടുകൂടെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യണം, ഹറാമുകൾ ഒഴിവാക്കണം, അതുപോലെ കറാഹത്തും ഒഴിവാക്കണം. എന്നാൽ അതിൻ്റെ ഏറ്റവും ഉന്നതമായ ദർജയിലുള്ള തഖ്വ എന്ന് പറഞ്ഞതാ തഖ്വൽ അഖസ്സുൽ ഖവാസാണ്.
നിർബന്ധമായ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഹറാമായ കാര്യങ്ങൾ അവർ ഒഴിവാക്കുന്നുണ്ട്, കറാഹത്തുകൾ ഒഴിവാക്കുന്നുണ്ട്. അത് പൂർണ്ണമായി ഒഴിവാക്കി ഒരു മുറബ്ബിയായ ഷെയ്ഖിൻ്റെ തഹത്തിൽ അള്ളാഹുവിനെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് വസൂലാകുന്ന അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ, അവർക്ക് അള്ളാഹു തആല നൽകുന്ന പദവിയാണ് വിലായത്ത് എന്ന് പറയുന്ന പദവി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും അങ്ങനത്തെ ഒരു പദവി അള്ളാഹു തആല നൽകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു തആലക്ക് എന്ത് ചെയ്യുക? അത് നൽകുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അള്ളാഹു തആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ മുഹയ്യിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വിലായത്ത് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യൂല? അവസാനിക്കൂല. കാരണം അല്ലാഹു തആലാന്റെ വലിയ എന്ന് പറയുന്ന നാമത്തിന് അവസാനമുണ്ടോ? ഇല്ല. മനസ്സിലാവുണ്ടോ? പ്രവാചകത്വത്തിൻ്റെ ബാഹ്യമായ വശമുണ്ട്, തശ്രീഅ്. അത് നിന്നാൽ പോലും അതിൻ്റെ ആന്തരിക വശമായ, അതിൻ്റെ ആത്മീയ യാഥാർത്ഥ്യമാകുന്ന വിലായത്ത് എന്ന് പറയുന്നത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിലൂടെ എന്ത് ചെയ്യും? തുടരും. ഇപ്പം ഖിയാമത്ത് നാൾ വരെ വിലായത്തുള്ള ആളുകൾ എന്ത് ചെയ്യും? ഉണ്ടാവും. അതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഏറ്റവും പ്രധാനമായി ഈ വിലായത്ത് സംബന്ധമായി പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാത്തമുർ റസൂലാണ്. പ്രവാചകന്മാരിൽ പ്രത്യേകം മുദ്ര വെക്കപ്പെട്ട ആളാണ് ആര്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഖാത്തിമുൽ വിലായ, അതുപോലെ തന്നെ ഖാത്തിമുർ റസൂൽ. ഖാത്തമുർ റസൂലും ഉണ്ട്, ഖാത്തിമുർ റസൂലും ഉണ്ട്. പ്രവാചകന്മാരിൽ പ്രത്യേകം മുദ്ര വെക്കപ്പെട്ട ആളാണ് ആര്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതേ മുദ്ര ആർക്കും നൽകും? ചില വിലായത്തിൻ്റെ അഹ്ലുകാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എല്ലാ ഔലിയാക്കൾക്കും അല്ലാഹു തആല നൽകിക്കൊള്ളുന്നില്ല. ഔലിയാക്കളിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകമായി തെരഞ്ഞെടുത്ത ആളുകളുണ്ട്. ഖാത്തമുൽ വിലായ കൊണ്ട് തെരഞ്ഞെടുത്ത ആളുകളുണ്ട്. അവർക്ക് അള്ളാഹു പ്രത്യേകമായൊരു മുദ്ര അവർക്കുണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ഖാത്തമുൽ വിലായ എന്ന് പറയുന്ന ഉന്നതമായ ദറജ താണ്ടിയ ആളാണ് എന്ന് മഹാരഥന്മാരാകുന്ന അലി ഹറാസിം തങ്ങളെ പോലെയുള്ള ഉന്നതരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ അവരെ കിതാബിൽ എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദി സ്വലാഹുദ്ദീൻ തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു വ്യക്തമായിട്ട് ആ വിഷയത്തിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകന്മാർക്ക് മുദ്ര നൽകുന്നത് പോലെ ഔലിയാക്കളിൽ ചില ആളുകൾക്കും പ്രത്യേകമായൊരു മുദ്ര അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഈ ഔലിയാക്കളിൽ മുദ്ര നൽകപ്പെടുന്ന ആളുകൾ, എല്ലാ ഔലിയാക്കൾക്കും ഓരോ ആളുകൾക്കും ഓരോ പ്രവാചകന്റെ വഴിയേക്കാറും. ചില ആളുകൾ ബഹുമാനപ്പെട്ട സയ്യിദുന കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിൻ്റെ ആ ഒരു വഴി പിന്തുടരുന്ന ആളുകൾക്ക് അവർക്ക് മൂസവി എന്നാ പറയാം. മൂസവി. മറ്റു ചില ആളുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഇത്തിബാഅ് ചെയ്യുന്ന ആ വഴി പിന്തുടരുന്ന ആൾക്കാരേക്കാരും, ആ വഴിയിലേക്ക് എത്തിയ ആളുകളേക്കാരും, അവർക്ക് ഇബ്രാഹിമി എന്ന് പറയും. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ആ ഒരു ഇതിലേക്ക് എത്തിയ ആളുകൾ ഈസവി എന്ന് പറയും. എന്നാൽ ഈ പ്രത്യേകമായി മുദ്ര നൽകപ്പെട്ട ഔലിയാക്കൾ അവരാരാണ്? മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ നേരിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മീയ വെളിച്ചത്തിൽ നേരിട്ട് ജ്ഞാനം സ്വീകരിക്കുന്ന ആൾക്കാരാണ് ആര്? ഖാത്തമുൽ വിലായത്തിൻ്റെ അഹിലുകാരാകുന്ന ആൾക്കാർ. ഈ പദവിയിലുള്ള മഹാന്മാരാകുന്ന ആളുകളുണ്ട്. ഇത് ഖാത്തമുൽ വിലായത്തിലുള്ള പദവിയിലുള്ള മഹാന്മാർ. അവരിലൂടെയാണ് മറ്റ് ഔലിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുക? ഓല ഹൃദയത്തിലേക്ക് അല്ലാഹു തആല വിളിച്ചു നൽകുക. അവരെ ഹൃദയത്തിലേക്ക് അല്ലാഹു തആല വിളിച്ചു നൽകുന്നത് ഈ ഖാത്തമുൽ വിലായത്തുള്ള അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കളുണ്ട്. അവരിലൂടെ എന്ത് ചെയ്യുള്ളൂ? ഇത് നൽകുള്ളൂ. അപ്പോൾ വിലായത്തിൻ്റെ ഇടയിൽ ഖാത്തമുൽ വിലായ എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായൊരു പദവിയുണ്ട്. അതേപോലെ തന്നെ ഖാത്തിമുൽ വിലായുണ്ട്. വിലായത്തിൻ്റെ ഒരു പര്യവസാനമാകുന്ന ഒരാളും വരും.
അത് 100 വർഷത്തിന് ഒരാൾ എന്ന നിലക്കുണ്ടാവുമെന്ന് ചില കിതാബുകളിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ആ ഖാത്തിമുൽ വിലായ എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ ദറജയിലെത്തിയ ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. ഇനി വിലായത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയണം, വിലായത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു പദവിയുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകന്മാരിൽ മുദ്ര നൽകപ്പെട്ട് പ്രത്യേകമായി അള്ളാഹുവിൻ്റെ പ്രവാചകരെ ബഹുമാനിച്ചതുപോലെ ഔലിയാക്കളെ കൂട്ടത്തിലുള്ള ചില ആളുകളെ പ്രത്യേകമായി മുദ്ര നൽകി അള്ളാഹു തആല ബഹുമാനിക്കും. അവർ ആ കാലഘട്ടത്തിൽ ഇൻസാനുൽ കാമിലായിരിക്കും. അവർ ആ കാലഘട്ടത്തിൽ ഇൻസാനുൽ കാമിലാണ്. ഏത് ഇൻസാനുൽ കാമിൽ? അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ പറഞ്ഞ ഇൻസാനുൽ കാമിലല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹഖീഖത്താണെങ്കിൽ അതിൻ്റെ ഒരു മജാസ് ഇൻസാനുൽ കാമിൽ എല്ലാ കാലത്തും എന്തുണ്ടാവും? ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? അതായത് ആ കാലഘട്ടത്തിലെ ഇൻസാനുൽ കാമിലായ മനുഷ്യൻ്റെ ദർജ കൊണ്ടാണ് അല്ലാഹു തആല പ്രപഞ്ചം നിലനിർത്തുന്നത്. ആ പ്രപഞ്ചം പോലും അല്ലാഹു തആല നിലനിർത്തുന്നത് ആ ഇൻസാനുൽ കാമിലായ ആ വലിയിൻ്റെ ഉന്നതമായ ദർജ, ആ വലിയിൻ്റെ ഏറ്റവും ആ ശക്തി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തുക. എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാഹു തആലക്ക് ഇപ്പോൾ ഒരു വലിയിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ലോകം നിലനിർത്തണമെങ്കിൽ. ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ അല്ലാഹു തആല ചില തസറുഫാത്തുകൾ, ചില കാര്യങ്ങൾ അല്ലാഹു തആല തീരുമാനിച്ചത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പ്രവാചകന്മാരില്ലാതെ തന്നെ അല്ലാഹു തആലയൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചൂടെ? ഇനി അല്ലാഹു തആലക്ക് എന്താ കഴിവില്ലേ? അല്ലേ? അല്ലാഹു തആല ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ, എൻ്റെ ഒരു പ്രതിനിധിയെ ഞാൻ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ആ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായിരിക്കും ആര്? ഈ ഇൻസാനുൽ കാമിലായ മനുഷ്യൻ. മനസ്സിലാവുണ്ടോ? അപ്പം ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പ് തന്നെ ഈ പൂർണ്ണമായ മനുഷ്യനിലൂടെ ആയിരിക്കും അല്ലാഹു തആല തീരുമാനിക്കുക. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകളുണ്ട്, അല്ലാഹു തആലയുടെ സിഫാത്തുകളുണ്ട്, അല്ലാഹുവിൻ്റെ തജല്ലിയാത്തുകളുണ്ട്. അതിൻ്റെയൊക്കെ കണ്ണാടിയായിട്ട് ആര് മാറും? ഈ യഥാർത്ഥ വലിയ മാറും. മാത്രമല്ല ആ വലിയ ഇക്കാരം ആ കാലഘട്ടത്തിലെ പ്രപഞ്ചത്തിൻ്റെ ആത്മാവ് ആ ഇൻസാനുൽ കാമിലായ വലിയ ഇക്കാരം. അപ്പോൾ ഔലിയാക്കളിലും ഇതുണ്ട്, ഇൻസാനുൽ കാമിലായ ആളുണ്ടാവും. ഇനി ഇവർക്ക് പ്രത്യേകമായ ചില കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് 2 നിലക്കുള്ള ഇൽമുണ്ടാവും. ഒന്ന് കസ്ബിയായ ഇൽമാണ്, 2 ലദുന്നിയായ ഇൽമാണ്. കസ്ബിയായ ഇൽമ് പഠിച്ച് പിന്നെ ലദുന്നി ലഭിച്ച ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ലദുന്നിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതായത് വിലായത്തിൻ്റെ രഹസ്യങ്ങളിൽ പെട്ട ഒന്ന് എന്ന് പറഞ്ഞാൽ കിതാബുകളൊന്നുമില്ലാതെ തന്നെ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കൊണ്ട് ആരിഫീങ്ങളാകുന്ന ആളുകളെ ഹൃദയത്തിലേക്ക് ലഭിക്കുന്ന ചില ജ്ഞാനുണ്ട്. അതിന് ബാഹ്യമായ പഠനങ്ങളോ ബാഹ്യമായ ഉസ്താദോ ഒന്നും വേണ്ട. തസ്കിയത്തുൻ നഫ്സ് ഉണ്ടായാൽ മതി. നഫ്സ് പൂർണ്ണമായി തസ്കിയത്താകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തസ്കിയത്തുൻ നഫ്സുള്ള ആളുകൾക്ക് അല്ലാഹു തആല ലദുന്നിയായ ഇൽമു കൊടുക്കും. ലദുന്നിയായ ഇൽമിലൂടെയാണ് അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ എന്ത് ചെയ്യുക? വെളിപ്പെടുത്തി കൊടുക്കുക. ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ ലദുന്നിയായ ഇൽമിലൂടെ അത് അല്ലാഹു ഇങ്ങോട്ട് ഇറക്കി കൊടുക്കുന്നത് ആ കൽബിലേക്ക്. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ ഞങ്ങൾക്കൊരു കിതാബില്ലേ, അത്തനസുലാത്തുൽ ഇലാഹിയ. അത്തനസുലാത്തുൽ ഇലാഹിയ അത് കശ്ഫിലൂടെ ലദുന്നിയായ ഇൽമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയിൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നതാണ്. ആ കിതാബ് നമ്മളെ പള്ളിക്കണ്ടില്ലേ, അത്തനസുലാത്തുൽ ഇലാഹിയ എന്ന് പറയുന്ന അത് ഒരു മനുഷ്യൻ്റെ ഹൃദയം പൂർണ്ണമായി സംശുദ്ധമായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന ചില ഇൽമുകളാണ്. ആ ഇൽമുകൾ എല്ലാം എന്ത് പറയാൻ പറ്റൂല, പുറത്തേക്ക് പറയാൻ പറ്റില്ല. കസ്ബിയായ ഇൽമ് പുറത്തേക്ക് പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങളോ അതുകൊണ്ട് ഉണ്ടാവില്ല. എന്നാൽ ലദുന്നിയായ ഇൽമുകൾ അല്ലാഹു തആല കൊടുക്കുന്ന ചില കാര്യങ്ങൾ അത് പുറത്ത് പറയാൻ പാടില്ല, അല്ലേ? അത് പുറത്ത് പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? എനിക്ക് ചില രഹസ്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഏതാണ്? ലദുന്നിയായിട്ട് അല്ലാഹു തആല കൊടുക്കുന്നതാണ്. ആ രഹസ്യങ്ങളെങ്ങാനും ഞാൻ പുറത്തു വിട്ടാൽ,
അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എനിക്ക് ചില രഹസ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഞാനെങ്ങാനും അത് പുറത്തു പറഞ്ഞാൽ ജനങ്ങൾ എൻ്റെ കണ്ണ് ചൂഴ്ന്നെടുക്കും. ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചില രഹസ്യങ്ങൾ അല്ലാഹു തആല അറിയിച്ചു തന്നിട്ടുണ്ട്, ഞാനതെങ്ങാനും പുറത്തു വിട്ടാൽ ജനങ്ങൾ എന്ത് ചെയ്യും, എന്നെ ഇസ്ലാമിൽ പെടാത്ത ആളാണെന്ന് പോലും എന്നെക്കുറിച്ച് ജനങ്ങൾ പറഞ്ഞേക്കാം എന്ന് ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലദുന്നിയായ ഇൽമ്, ആ ഇൽമിലൂടെയാണ് പ്രാപഞ്ചിക രഹസ്യങ്ങൾ അല്ലാഹു തആല എന്ത് ചെയ്യുള്ളൂ, അറിയിച്ചു കൊടുക്കുള്ളൂ. പക്ഷെ അതിന് എന്ത് വേണം? അയാൾക്ക് വിലായത്ത് വേണം. വിലായത്ത് എന്ന് പറയുന്ന പദവി ഉണ്ടെങ്കിൽ അല്ലാഹു തആല എന്ത് ചെയ്യും, അവനക്ക് ലദുന്നിയായ ഇൽമ് അവൻ്റെ ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യും, ഇട്ടുകൊടുക്കും. അങ്ങനെ എത്രയോ ആരിഫീങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറയുന്ന വിഷയങ്ങളിൽ പലതും ഞാൻ കിതാബ് ഓതി പഠിച്ച് എനിക്ക് കിട്ടിയതല്ല. അദ്ദേഹത്തിൻ്റെ ഫുതുഹാത്തുൽ മക്കിയ എന്ന് പറയുന്ന ചിലപ്പോൾ 2, 3, 4, 5 തവണയൊക്കെ നമ്മൾ ആവർത്തി വായിച്ചാൽ മാത്രമേ അതിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങളെ തഫ്സീറുണ്ട് നമ്മളെ പള്ളിക്ക്. അപ്പം നമ്മൾ വിചാരിക്കും ഇദ്ദേഹം ഇത് എവിടുന്നാണ് ഈ വിഷയങ്ങളൊക്കെ പറയണത്, എങ്ങനെയാണ് ഒരു മനുഷ്യനിത് കഴിയുക എന്നൊക്കെ നമുക്ക് തോന്നും. ഇങ്ങനെയൊക്കെ പറയാൻ അതൊക്കെ ലദുന്നിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നതാണ്. അത് അല്ലാഹു തആലാൻ്റെ ഇഷ്ടം ഒരാൾക്ക് ലഭിച്ചാൽ അത് അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ഇട്ടുകൊടുക്കും. ബഹുമാനപ്പെട്ട സയ്യിദി സ്വലാഹുദ്ദീൻ അത്തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇതേമാതിരി ചില ലദുന്നിയായ ഇൽമുകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും അദ്ദേഹത്തെ ആ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എതിർത്തിട്ട് പോലുമുണ്ട്. മനസ്സിലാവുണ്ടോ? പിന്നെ ഈ വിലായത്തുള്ള ആളുകൾക്ക് ഒരു യഥാർത്ഥ വലിയ എന്ന് പറഞ്ഞാൽ അവർ ജനങ്ങൾക്കിടയിലൂടെ മിങ്കിളായിട്ടാണ് ജീവിക്കുക. വിലായത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്കിടയിലൂടെ അവരെന്താവും, മിങ്കിളായിട്ടാണ് അവരെന്ത് ചെയ്യുക, ജീവിക്കുക. പക്ഷെ ജനങ്ങൾക്കിടയിലൂടെ നടക്കുകയാണ് അല്ലേ, അബ്ദാനുഹും ഫിദ്ദുന്യ, ശരീരങ്ങൾ എവിടേക്കാരം, അവരെ ജനങ്ങൾക്കിടയിലേക്കാരം. പക്ഷെ ഖുലൂബുഹും തഹത്തൽ അർശ്, ഹൃദയങ്ങൾ അല്ലാഹുവിൻ്റെ അടുക്കലേക്കാരന്മാരെ അല്ലാഹുവിൻ്റെ ആരിഫ്യങ്ങളാകുന്ന ഔലിയാക്കൾ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഔലിയാക്കളിൽ അധികം ആളുകളെയും അല്ലാഹു തആല വെളിവാക്കി കൊടുക്കൂല. എല്ലാവരും അല്ലാഹു തആല എന്ത് ചെയ്യൂല, വെളിവാക്കി കൊടുക്കും. അല്ലാഹു തആല തന്നെ മറച്ചു വെച്ച ചില ആരിഫീങ്ങളാകുന്ന ആൾക്കാരുണ്ട്. അവർ ആരിഫാണെന്ന് പോലും ജനങ്ങൾക്ക് അറിയാൻ കഴിയില്ല. അങ്ങനെ മരണപ്പെട്ടു പോയ എത്രയോ ആൾക്കാരുണ്ട് അല്ലേ. ബഹുമാനപ്പെട്ട നജ്മുദ്ദീൻ അൽ ഖുബ്റവി റളിയല്ലാഹു അൻഹു അല്ലേ, അദ്ദേഹം ഒരു ജനാസ മറമാടുന്ന ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ആ സമയത്ത് അവിടുത്തെ മുഅദ്ദിൻ ഇങ്ങനെ തൽഖീൻ ചൊല്ലിക്കൊടുക്കുക. ആ സമയത്ത് നജ്മുദ്ദീൻ അൽ ഖുബ്റവി ഇങ്ങനെ ചിരിച്ചാണ്. അദ്ദേഹം ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ നിങ്ങൾ എന്തിനാ ചിരിക്കണത്? ഇദ്ദേഹം ഇങ്ങനെ അല്ലാഹു റബ്ബി മുഹമ്മദ് നബി എന്ന് പറഞ്ഞാളാന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ അവിടെ കിടക്കുന്ന ആളെ ദർജ ഈ പറയുന്ന ആൾക്കറിയോ? ഈ പറയുന്ന ആൾക്കാരിൽ അടി കിടക്കുന്ന ആളെ ദർജ അറിയോ? ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരാർക്കൊരു വില ഉണ്ടാവില്ല. ആരും അവരെന്ത് ചെയ്യൂല, ഒരു വില വെക്കൂല. ജനങ്ങൾക്കിടയിൽ അങ്ങനെ 100 കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള ആളുകൾക്കിടയിൽ അവരെ മറച്ചു പിടിക്കും. ആർക്കും അറിയിച്ചു കൊടുക്കൂല അല്ലാഹു തആല. ഒരു വലിയാണെന്നോ ഒരു ഉന്നതനാണെന്നോ ഒരു ആരിഫാണെന്നൊന്നും എന്ത് ചെയ്യില്ല, ആർക്കും അറിയിച്ചു കൊടുക്കൂല. അത് അല്ലാഹു തആല മാത്രം. ചില ആളുകൾ അത് അല്ലാഹു തആല രഹസ്യമാക്കും. എന്നാൽ ചില ആൾക്കാർ അല്ലാഹു തആല പരസ്യമാക്കും. എന്തിനു വേണ്ടിയിട്ട്? ഈ സമൂഹത്തിന് ഉന്നതമായ ശരീഅത്തിന്റെ ആ ഒരു മാർഗത്തിലൂടെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ആ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീമിലൂടെ ജനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചില ഔലിയാക്കൾ അല്ലാഹു തആല പരസ്യപ്പെടുത്തും അല്ലേ. ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു 90 ലക്ഷത്തിൽ പരം ആളുകളല്ലേ ബഹുമാനപ്പെട്ട അജ്മീർ ഖാജനെ കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നത്. 90 ലക്ഷത്തിൽ പരം ആളുകൾ ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹുവിൻ്റെ വഴി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അത് അല്ലാഹു തആല പരസ്യമാക്കിയത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിനെ പോലെ, റിഫായി ഷെയ്ഖിനെ പോലെ ഉന്നതരായ ആൾക്കാരുണ്ട്. അഹ്മദ് അൽ ബദവി, ഇബ്രാഹിം അദ്ദസൂഖി, മനസ്സിലാവുണ്ടോ? അതുപോലെ തന്നെ അബുൽ ഹസൻ ഷാദുലി,
എത്രയോ മഹാരഥന്മാരുണ്ട്. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു അവരൊക്കെ അല്ലാഹു തആല പരസ്യമാക്കിയതാണ്. എന്തിനു വേണ്ടിയിട്ട്? ജനങ്ങളെ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അതേപോലെ തന്നെ മറ്റു പല ആളുകളെയും അല്ലാഹു തആല എന്ത് ചെയ്യും? മറച്ചു വെക്കും ചെയ്യും. അപ്പോൾ വിലായത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തിരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രം നൽകുന്ന ഒരു പദവിയാണ് എന്ത്? വിലായത്ത് എന്ന് പറയുന്ന പദവി. അത് എല്ലാ കാലത്തും ഔലിയാക്കൾ ഉണ്ടാവും. ഒരൊറ്റ കാലത്ത് പോലും ഔലിയാക്കൾ ഇല്ലാതിരിക്കൂല. കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ വലിയ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഇസ്മ എല്ലാ കാലത്തും ഉണ്ടാവും. ആ ഇസ്മിൻ്റെ ഫൈലായി വന്ന ആ വിലായത്തും എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് ബഹുമാനപ്പെട്ട സയ്യിദി സ്വലാഹുദ്ദീൻ തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു ഈ അധ്യായത്തിലൂടെ നമ്മോട് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ അറിയാനും മനസ്സിലാക്കാനും അതൊക്കെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും ഉന്നതമായ പദവിയാണ് വിലായത്ത്. ആ വിലായത്ത് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.